കോൺഗ്രസ്സുകാരെ, നിങ്ങൾ ഇത്രയും മണ്ടന്മാരും പിണ്ണാക്ക് തലയന്മാരുമാണോ? അറിയാൻ വയ്യ എന്നിട്ട് ചോദിക്കുകയാണ്. ഇത് ഒരു കോൺഗ്രസ് പ്രവർത്തകനെയും അധിക്ഷേപിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രവർത്തനം ഇന്നലകളിൽ എന്തായിരുന്നു, അത് ഇന്നുകളിൽ അവർ നടത്തുന്ന അന്യൻ സിനിമയിലെ വിക്രമിൻ്റെ ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി പോലെ ഒരു വ്യക്തിക്ക് പലതരത്തിലുള്ള സ്വഭാവ മാറ്റം പ്രകടമാക്കുന്ന ചിത്രത്തിൽ റെമോ ആയിട്ടും അന്യനായിട്ടൊക്കെ ഭാവപ്പകർച്ച നടത്തുന്നത് പോലെ ഇന്നലെ വരെ സീറ്റിന് വേണ്ടി AICCയിൽ പോയി പ്രശ്നമുണ്ടാക്കിയ പ്രകാശൻ ഇന്നിപ്പോൾ വന്ന് അടൂർ പ്രകാശായിട്ട് മറ്റൊരാളായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പുച്ഛവും തോന്നുന്നില്ലേ? ഇന്നലകളിൽ ഈ സ്ഥാനാർത്ഥി പട്ടിക ഇത്രയും വൈകിപ്പിച്ചതും തൻ്റെ കൂടി ആവശ്യത്തിൻ്റെ പേരിൽ, തൻ്റെ അധികാരമോഹത്തിൻ്റെ പേരിൽ, തൻ്റെ കസേരമോഹത്തിൻ്റെ പേരിൽ അടൂർ പ്രകാശ് എന്ന വ്യക്തി ഡൽഹിയിൽ പോയിട്ട് സ്ഥാനാർത്ഥി നിർണയത്തെ ഇത്രയും കുട്ടിച്ചോറാക്കിയതിനു ശേഷം ഇന്ന് നേരം പുലർന്നപ്പോൾ മാധ്യമ മൈക്കിന് മുന്നിൽ വന്ന് ഇങ്ങനെ രണ്ട് വാചക കസർത്ത് നടത്തിയാൽ നിങ്ങൾ ഓക്കെ ആണോ? ഈ തെരഞ്ഞെടുപ്പിൽ UDF 100 സീറ്റിലധികം നേടിയെടുത്തുകൊണ്ട് കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമില്ല. ഞങ്ങളുടെ ഒരു നാഷണൽ പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കാലതാമസം ഉണ്ടായി. ആ കാലതാമസം ഉണ്ടായത് മനഃപൂർവ്വമായി ഉണ്ടാക്കിയ കാലതാമസമല്ല. ഞങ്ങൾക്ക് ഒരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ അഖിലേന്ത്യാ തലത്തിലുള്ള പാർട്ടി എന്നുള്ള നിലയിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് അതിൻ്റേതായ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം അതിന് നേതൃത്വം കൊടുക്കുന്നത് CPM ആണ്. CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ആ തീരുമാനങ്ങൾ എടുക്കുന്നതനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുവാനും കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾ പല ആളുകളും എന്തുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം താമസിക്കുന്നു എന്ന ഒരു ചോദ്യം പലപ്പോഴായി കേൾക്കുവാൻ ഇടയായി. അതിന് ഉള്ള മറുപടി എന്നുള്ള നിലയിലാണ്